CBI പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നുവെന്ന് പത്തനംതിട്ടക്കാർ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര പേർ കരുതുന്നുണ്ട്? ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. ഇല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ. പകുതിയിലധികം പേർ 55.6% പേരും ഒന്ന് കൂട്ടു. അങ്ങനെയാണെങ്കിൽ 18.7%, 19% ആളുകളാണ് ഇല്ല എന്ന് ഉണ്ട് എന്ന് പറയുന്നത്. അവിടെയാണ് വീണ്ടും ഈ പ്രശ്നം നിൽക്കുന്നത്. നോക്കൂ, അതും BJPക്ക് ഗുണകരമാകുന്ന ഘടകമാണ്, ഒരു സംശയവും വേണ്ട. നരേന്ദ്രമോദിയെ മികച്ച പ്രധാനമന്ത്രിയായി കാണുന്നു. കേന്ദ്ര സർക്കാർ ഏറ്റവും മികച്ച സർക്കാരാണ് എന്ന് പറയുന്നു. EDയും CBIയും ഉപയോഗിച്ചുള്ള അന്വേഷണങ്ങളൊന്നും രാഷ്ട്രീയ പകപോക്കലല്ല എന്ന് ഭൂരിപക്ഷം പറയുന്നു. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ BJPക്ക് അവിടെ വളരെ സ്ട്രോങ് ആയ ഒരു ഫുട്ടിംഗ് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇല്ല എന്ന് പറയുന്നത് 56% ആയിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു സൂചനയല്ല. ഉണ്ട് എന്ന് പറയുന്നത് 18.7 ആയിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് LDFന്റെ സമഗ്രാധിപത്യമുള്ള മണ്ഡലത്തിലെ ആളുകളാണ് പറഞ്ഞിരിക്കുന്നത് CBIയും EDയും നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ രാഷ്ട്രീയ പകപോക്കലല്ല എന്ന് പറയുന്നത് ഭൂരിപക്ഷമായി. ഇതിലൊരു സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിനെ ED വീണ്ടും സമൻസ് അയക്കുന്നതും അദ്ദേഹം EDയാൽ വേട്ടയാടപ്പെടുന്നുവെന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നത് കൂടി നമ്മൾ കണക്കിലെടുക്കണം. അങ്ങോട്ടേക്ക് വരുമ്പോൾ അത് മുഖവിലേക്ക് ആ വോട്ടർമാർ എടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ അത് ഗൗരവമായിട്ട് ആളുകൾ കാണുന്നില്ല. അപ്പോൾ ED വേട്ടയാടൽ എന്ന ആരോപണം പത്തനംതിട്ടക്കാർ കാര്യമായി കാണുന്നില്ല എന്ന 11ാമത്തെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് ആന്റണിക്ക് ഫേവറബിൾ ആയ ഒരു ആൻസർ കിട്ടേണ്ട ഒരു ചോദ്യമാണ്. അതിനോട് പത്തനംതിട്ട എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കാം. പ്രതിപക്ഷ പാർട്ടികൾ ചേർന്നുണ്ടാക്കിയ ഇന്ത്യ മുന്നണി, ആ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് പത്തനംതിട്ടക്കാർ പറയുന്നത് എന്ത്? നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ സ്കോപ്പ് എത്രയാണ്? അതേക്കുറിച്ച് പത്തനംതിട്ട എന്ത് പറയുന്നു? ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമോ? വലിയ നേട്ടം ഉണ്ടാക്കും എന്ന് കരുതുന്നവർ 5.4% പേരാണ്. മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറയുന്നവരാണ് കൂടുതൽ. 39.8% പേർ. രണ്ടും കൂടി ചേർക്കുമ്പോൾ 45.2% പേർക്ക് ഇന്ത്യ മുന്നണിയെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. 44% പറയുന്നു ഒരു മാറ്റവും ഉണ്ടാക്കില്ല. അപ്പം അത് തമ്മിൽ 1.5% ഏതാണ്ട് 1.5% അടുപ്പിച്ചുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ആന്റണിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. നോക്കൂ, രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണുന്നവർ വളരെ കൂടുതലാണ് പത്തനംതിട്ടയിൽ. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കും എന്ന് വിചാരിക്കുന്നവർ വളരെ കൂടുതലാണ് പത്തനംതിട്ടയിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ രണ്ട് ഘടകങ്ങളും അതുപോലെ തന്നെ സർക്കാരിനെതിരായി നിൽക്കുന്ന വികാരവും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ ആന്റണിക്ക് ഒരു അഡ്വാൻറ്റേജ്. അവിടെ മറ്റൊരു കാര്യം കൂടി, അതായത് നമ്മൾ ഈ ഇതുവരെ വന്ന ഉത്തരങ്ങൾ 12 ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഈ 12 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ആന്റണിക്കും NDAക്കും ഫേവറബിൾ ആയിട്ടുള്ള ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ സർക്കാരിന് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ LDFന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം പോലും വന്നിട്ടില്ല. ഇനിയുള്ള ചോദ്യങ്ങളിൽ ഉണ്ടാകുമോ? നോക്കാം. അടുത്ത ചോദ്യം, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നാണ് പത്തനംതിട്ടക്കാർ ആഗ്രഹിക്കുന്നത്? ജംബോ പട്ടികയാണ്. ആ ജംബോ പട്ടികയിൽ നിന്ന് പത്തനംതിട്ടയുടെ പിക്ക് അതാരാണ്? VD സതീശനാണോ, അതോ പിണറായി വിജയനാണോ, അതോ KK ശൈലജയാണോ? മറ്റിടങ്ങളിലെ പോപ്പുലാരിറ്റി പത്തനംതിട്ടയിൽ KK ശൈലജയ്ക്കുണ്ടോ? ഉണ്ട്. പത്തനംതിട്ടയും ഒരു വനിതാ മുഖ്യമന്ത്രിയെ ആഗ്രഹിക്കുന്നു. വല്ലാതെ 28.7% പേരാണ് ശൈലജ. പകുതി പിണറായി വിജയൻ. രണ്ടാം സ്ഥാനം ശശി തരൂരിനാണ്. ശശി തരൂരിന് 16.8. മൂന്നാം സ്ഥാനമാണ് പിണറായി വിജയന് 13.7%. അത് കഴിഞ്ഞ് VD സതീശനാണ് വരുന്നത് 11.4%. അപ്പോൾ KK ശൈലജയ്ക്കാണ് പത്തനംതിട്ട പ്രാമുഖ്യം കൊടുക്കുന്നത്. നമുക്കിങ്ങനെ എടുക്കാം, അതായത് KK ശൈലജയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, അല്ലേ? പക്ഷേ പിണറായിയുടെ സ്ഥാനം എന്ന് പറയുന്നത് 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ ഇൻഡിക്കേഷനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ശൈലജയുടെ കാര്യത്തിൽ ആളുകൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നു എന്ന് വരുമ്പോൾ പിണറായി വിജയൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. സ്ട്രോങ് ആന്റി ഇൻകംബൻസി ഈസ് ദേർ. 9ാമത്തെ മണ്ഡലത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു നെഗറ്റീവ് ഇമേജ് ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ അവിടെയുണ്ട്. അപ്പോൾ LDFന്റെ ഈ സർക്കാരിനെ കുറിച്ച് മെച്ചപ്പെട്ട അഭിപ്രായമില്ല. നവകേരള സദസ്സിനെ കുറിച്ച് മെച്ചപ്പെട്ട അഭിപ്രായമില്ല. പിണറായി വിജയൻ 3ാം സ്ഥാനത്താണുള്ളത്. വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ കൊണ്ടാണ് സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി മോശമാകുന്നതെന്നുള്ള വാദമുഖത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ LDFന് ഒട്ടും തന്നെ ഗുണപ്രദമായൊരു സാഹചര്യം ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭയിലില്ല. ആ സാഹചര്യത്തിൻ്റെ ഗുണം യഥാർത്ഥത്തിൽ ലഭിക്കുക ആർക്കാണ്? സ്വാഭാവികമായും UDFനാണ്. അതുകൊണ്ടാണ്, അതായത്
ആന്റോ ആന്റണി എന്ന് പറയുന്ന MP-യുടെ പ്രവർത്തന മികവിനെ കുറിച്ചൊന്നും ആളുകൾക്ക് നല്ല മതിപ്പ് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. MP അറിയാവുന്നവർ 87% മാത്രമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു LDF-ന് അല്ലെങ്കിൽ NDA-ക്ക് അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും. പത്തനംതിട്ട ഇക്കുറി മാറി ചിന്തിക്കും. നമുക്ക് പക്ഷേ ഒരു കൗതുകമുണ്ട്. നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP-യിൽ നിന്ന് ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്? സുരേഷ് ഗോപിക്കാണ് 10.9%. അത് പ്രത്യേകം പറയാൻ കാരണം സുരേന്ദ്രൻ ബാക്കി എല്ലായിടത്തും വളരെ പിന്നിലായിരുന്നു. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ 3 ലക്ഷത്തിൽ പരം വോട്ട് നേടിയ സുരേന്ദ്രന് 2.1% ഉള്ളൂ ഇത്തവണ. 2.1% ഉള്ളൂ. കെ സുരേന്ദ്രൻ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെയും അനുകൂലമാകേണ്ടത് യഥാർത്ഥത്തിൽ ആന്റോ ആന്റണിക്കാണ് അല്ലേ? നമ്മൾ